ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയയെ കാണിച്ചും കൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ദയ ഉണ്ണിക്കുട്ടനെ കയ്യിൽ വെച്ചിട്ട് ഉണ്ണിക്കുട്ടനോട് ചോദിക്കുകയാണ്, അമ്മയെ കണ്ടപ്പോൾ നിനക്ക് വലിയ സർപ്രൈസ് ആയ മോനെ, അമ്മ വരുന്നത് നിന്നോട് ആരും പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും എൻ്റെ മോനെ, ഈ അമ്മ ഇവിടെ നിന്ന് പോവുകയാണ്, നീ അച്ഛൻ്റെ കൂടി താമസിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവിടെ ശബരി വരുന്നു കേട്ടോ. ദയേ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്? ഒന്നുമില്ല ശബരിയേട്ടാ, അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് എനിക്ക് തോന്നി. ദയേ, നീ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ ഒരു നിലപാടിൽ ഉൾക്കൊള്ളാൻ കഴിയണം. എൻ്റെ കളങ്കങ്ങളെല്ലാം കളഞ്ഞിട്ട് വേണം ഇനി എനിക്ക് വരാനെന്ന് പറയുന്ന ഉടൻ തന്നെ ശബരി പറയണേ, ദയേ, നിന്റെ മനസ്സിലെ കളങ്കമല്ല, എൻ്റെ മനസ്സിലെ കളങ്കം നീക്കാനാണ് ഞാൻ നിന്നോട് ഇത് ആവശ്യപ്പെട്ടത്. അതിന് നീ ഈ വീട് വിട്ടു പോകാൻ തീരുമാനം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നീ വിനയേട്ടനോടോ രഘുവേട്ടനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ രണ്ടുപേരും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് ഇറങ്ങി പോകണ്ട, നീ ഇവിടെ തന്നെ വേണം ദയേ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം നിന്റെ മുന്നിൽ ഉന്നയിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ, ശബരിയേട്ട, ഇത്രയും വലിയ ത്യാഗമൊന്നല്ല ഞാൻ ചെയ്യുന്നത്. ഇത്രയും കാലം ശബരിയേട്ടൻ എന്നെ സഹായിച്ചില്ല, അതാണ് ഏറ്റവും വലിയ ത്യാഗം. അതുകൊണ്ട് എൻ്റെ കളങ്കങ്ങളെല്ലാം എനിക്ക് ഇനി ശുദ്ധിയാക്കണം എന്ന ഒരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. ശബരിയേട്ടൻ കുഞ്ഞിനെ പിടിക്കേ, കുഞ്ഞ് എന്തായാലും ഒരു പാപവും ചെയ്തിട്ടില്ല, അച്ഛനും അമ്മയും വേറിട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തി ശബരിയേട്ടൻ ആഗ്രഹിച്ച ഒരു ഭാര്യയെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ശബരിക്ക് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല. ശബരി, ദയേ, ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക വെച്ചാൽ ഞാൻ നിന്നോട് ഇത് ആവശ്യപ്പെടില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കളങ്കം അത് മറച്ചു വെക്കാൻ തോന്നിയില്ല, അത് തിരുത്തണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായി, അത് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷ് അവിടെ വന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്ക് അനിത വരണം. മാഷ് വായോ എന്നൊക്കെ പറയണം. അപ്പോൾ ഉടൻ തന്നെ രാമനാഥ, ആരാപ്പോൾ ഈ വന്നിരിക്കുന്ന മാഷോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എൻ്റെ മോളെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവളവിടെ കുളിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കണം. എന്നാൽ എൻ്റെ കുഞ്ഞ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വരട്ടെ, അതുവരെ ഞാൻ ഇവിടെ കാത്തിരുന്നോളാം, അപ്പോൾ വിളിക്കണ്ട എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനിതയോട് പറയണേ, വിളിക്കണ്ട, അവൾ വരുമ്പോൾ വന്നാൽ മതി എന്ന് പറയണേട്ടോ. പിന്നീട് ചോദിക്കണേ, എന്തായി കാര്യങ്ങളൊക്കെ, അനുപമയുടെ പേര് വീട് മേടിക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പോഴേക്കും വാസന്തി അങ്ങോട്ടേക്ക് എത്താണ്. രാമനാഥൻ്റെ ഈ വാക്കുകൾ കേട്ട് വാസന്തിക്ക് അത്ര അങ്ങ് താല്പര്യമില്ല. അങ്ങനെ ഉടൻ തന്നെ മാഷ് പറയണേ, എൻ്റെ മകൾ തകർന്നു എന്ന് തോന്നിയെടുത്ത് എനിക്ക് അവൾക്ക് വീട് കൊടുത്ത് സമ്മാനിച്ചാൽ അവൾക്ക് അതിൽ നിന്ന് ഉയർച്ച കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് കേൾക്കുന്ന വാസന്തി പറയണേ, അല്ല മാഷേ, ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ അവകാശമില്ല, അതെല്ലാം മക്കൾക്ക് ഒരുപോലെയല്ലേ, പിന്നെ എന്തിനാണ് അത് അവൾക്ക് മാത്രം കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ രാമനാഥൻ, നിന്നെ ആരെങ്കിലും വിളിച്ചോ, ഇവിടോട്ട് അഭിപ്രായം പറയാം. അത് കേട്ട വാസന്തിക്ക് അത്ര പിടിക്കില്ല. പക്ഷെ മാഷി പറയണേ, എല്ലാവരുടെ അഭിപ്രായം തുറന്നടിച്ച് പറയട്ടെ, മനസ്സിൽ ഇങ്ങനെ ഉരുട്ടി കൂട്ടുന്നതിനേക്കാൾ നല്ലത് ചോദിക്കാനുള്ളത് അപ്പം ചോദിക്കട്ടെ. മാഷെ, ഇത്രേനെ ഞാൻ ചോദിച്ചോളൂ, മാഷിന് കിട്ടിയത് മാഷിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ അവകാശമല്ലേ, അപ്പോൾ എല്ലാ മക്കൾക്ക് അതിൽ അധികാരമില്ലേ, ഒരാൾക്ക് മാത്രം കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് വാസന്തി മാഷിനോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയണേ, ശരിയാണ്, എനിക്ക് കിട്ടിയ അവകാശം എല്ലാവർക്കും അവകാശമുണ്ട്, ആ ഒരു അവകാശത്തിൽ ഒരാൾക്ക് മാത്രം കൊടുത്തു തീർക്കുകയാണെന്നുള്ളത് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ വാസന്തി പറയണേ, അല്ല, ശബരിക്കും ഇവിടെ കടബാധ്യതയുണ്ടല്ലോ, ഈ പറയുന്ന ഈ പയ്യനെ ശബരിയുടെ കയ്യിൽ നിന്നാണ് 20 ലക്ഷം രൂപ എടുത്ത് അവളെ രക്ഷിച്ചെടുത്തത്. അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയണേ, അതിൽ നീ അഭിപ്രായം പറയേണ്ട, ദയയുടെ പേരിൽ 20 ലക്ഷം LICയുടെ തുക വന്നിട്ടുണ്ട്, ആ തുക എന്തായാലും ശബരിക്ക് കൊടുത്ത ആ പ്രശ്നത്തിന് പരിഹാരമായില്ലേ? അപ്പോഴാണ് ദയ ഇറങ്ങി വരുന്നത്. ദയ പറയണേ, ഇല്ല അച്ഛാ, അത് ഞാൻ കൊടുക്കില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മാഷൊന്ന് ഞെട്ടി നിൽക്കുന്നു. എന്താ മോളെ നീ പറഞ്ഞത്? അത് ഞാൻ കൊടുക്കില്ല, അത് ശബരിയേട്ടൻ്റെ എൻ്റെയൊക്കെ തീരുമാനം, ആ പണം അങ്ങോട്ടേക്ക് തിരികെ നൽകാനാണ്, അത് അവൻ്റെ ഭാര്യയല്ലല്ലോ ഞാൻ, അപ്പോൾ ആ പണം ഇൻഷുറൻസ് കമ്പനിക്ക് എന്നെ തിരികെ നൽകാനാണെന്ന് പറയട്ടോ. അതുകൊണ്ട് വാ അച്ഛാ, നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ, മോളെ നീ എന്താണ് ഈ പറയുന്നത്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്, നിന്നെ ആരതി തട്ട് എടുത്തത് ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റിയത് ഈ ഇറങ്ങിപ്പോക്കിനാണോ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശബരി അവിടെ എത്തുന്നു. ഉടൻ തന്നെ, മോളെ എന്താണ് നീ പറയുന്നത്, എങ്ങോട്ട് പോവാന്നാ പറയുന്നത്, എന്താണ് നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ മാഷ് ചോദിച്ച ഉടൻ തന്നെ, അച്ഛാ മതി അച്ഛാ, നമുക്ക് പോവാം, എൻ്റെ തെറ്റുകൾ എനിക്ക് തിരുത്തണം, അതുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശബരി, എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോഴേക്കും രാമനാഥൻ പറയണേ, എടാ, നിൻ്റെ ചേച്ചിയുടെ വട്ട് നിനക്കും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശബരി അവിടെ പരുങ്ങുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഈശ്വരൻ്റെ മക്കൾക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ മാഷ് പറയുമ്പോൾ, അച്ഛൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വം, അച്ഛൻ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അത് ഇവിടെ നിന്ന് നടക്കില്ല. ഞാനും ശബരിയേട്ടനും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. തൽക്കാലം ഉണ്ണിക്കുട്ട ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തി പിന്നീട്
ശബരിയേട്ടനുമായി ഒരു നല്ല ഭാര്യയായി, കളങ്കമില്ലാത്തൊരു ഭാര്യയായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഞാൻ പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയണേ, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത്, നീ ഇവിടെ നിന്നോ എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല അച്ഛൻ എൻ്റെ തെറ്റുകൾ തിരുത്തി എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാനും ശബരിയേട്ടനും കൂടി എടുത്ത തീരുമാനമാണ്. അത് കേൾക്കുന്ന മാഷ് പറയണേ, എൻ്റെ മകൾ എൻ്റെ കൂടെ വരണമെന്നെങ്കിൽ വന്നോട്ടെ, അവൾ അവിടെ വന്ന് നിൽക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവർ രണ്ടാളും പ്രശ്നത്തോടു കൂടിയാണ് ഇറങ്ങി വരുന്നത്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇല്ല അച്ഛൻ, ഞങ്ങൾ പ്രശ്നമല്ല, ഞങ്ങൾ ഒരു ധാരണയിൽ ഇവിടെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ശബരി പറയുന്നത് ശരിയാണ്, ഞങ്ങൾ ധാരണയിൽ ഇറങ്ങുന്നതാണ്, ഇവൾക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു, അവൾ അങ്ങോട്ടേക്ക് പോരുന്നു എന്ന് പറയുമ്പോൾ, ഇതായിരിക്കാം എന്നെ ഇങ്ങോട്ടേക്ക് ഇന്ന് വരാൻ തോന്നിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മകൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. അതില്ലല്ലോ, ഇപ്പോൾ ഞാൻ കൂടെ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് രാമനാഥൻ ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ മകളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു മാഷ് അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ. ഇതേ സമയം ശബരിയുടെ കയ്യിൽ ദയയുടെ കുഞ്ഞുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടാൻ, നിന്നെ ഒന്ന് ഈ അച്ഛനെ കണ്ണു നിറച്ച് കാണാൻ പോലും പറ്റിയില്ലല്ലോ, എന്തായാലും മുത്തശ്ശൻ പിന്നെ വരാം എന്ന് പറയുമ്പോൾ ദയ കരയുന്നു കേട്ടോ. അങ്ങനെ അവരെ അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നാൽ ഈ സമയം അനുപമയാണ് കാണിക്കുന്നത്. അനുപമ ബാക്ക് വശത്തിരുന്ന് ആ പറമ്പിൽ നിന്ന് കിട്ടിയ നാളികേരം ഇങ്ങനെ പൊളിക്കുകയാണ് കേട്ടോ. അത് കണ്ട് ഭാനുമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതാ മോളെ, സ്വന്തമായ ഒരു പുരയിടമുണ്ടെങ്കിൽ എന്തും ഉണ്ടാക്കാം. എന്തിന്, പച്ചക്കറിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും കാന്താരിയാണെങ്കിലും തേങ്ങയാണെങ്കിലും ഒക്കെ വിളയിച്ച് കിട്ടുന്നതിൻ്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആ രജിസ്ട്രേഷനൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം ഇവിടെ ഒരു വലിയൊരു അടുക്കളത്തോട്ടം തന്നെ ഉണ്ടാക്കാൻ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഭാനുമ്മ പറയുന്നത്, എന്തായാലും അത് നന്ന്, അതിൻ്റെ ആരോഗ്യം വേറെ തന്നെയാണ്, മായമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യം വേറെ കിട്ടും. ഭാനുമ്മയുടെ ആരോഗ്യം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഭാനുമ്മ ചിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ബെല്ലടിയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഈ വെട്ടുകത്തി ഇങ്ങനെ അനുപമയുടെ കയ്യിലുണ്ട്, തേങ്ങ പൊളിക്കുകയാണല്ലോ. അങ്ങനെ ഭാനുമ്മ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച സുശീലയാണ്. ഓ, നീയായിരുന്നോ, നിന്റെ എന്തെങ്കിലും മറന്നു വെച്ച സുശീലെ? അത് കേട്ട ഉടനെ തന്നെ സുശീല പറയണേ, അതെ, നിങ്ങളിവിടെ ഉള്ളതാണല്ലോ അവളുടെ ധൈര്യം, അതുകൊണ്ടാണല്ലോ കണ്ടവന്മാരൊക്കെ ഈ വീട്ടിലോട്ട് വിളിച്ചു കയറ്റുന്നത്. അപ്പോഴേക്കും ഭാനുമ്മക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ടോ. അങ്ങനെ ഭാനുമ്മ പറയണേ, ദേ സുശീലെ, നിന്റെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല എന്ന് പറയണേട്ടോ. എന്താ നീ വന്നതിൻ്റെ ആവശ്യം, അതങ്ങ് പറയും. ദേ തളെ, മര്യാദക്ക് അവളെ ഇങ്ങ് വിളിക്ക്, ആ മൂദേവിയെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അനുപമ ഈ വെട്ടുകത്തി എടുത്ത് വരുന്നത്. പക്ഷെ അനുപമയുടെ കയ്യിൽ ആ ഒരു വെട്ടുകത്തി ഉണ്ടെന്ന ഓർമ്മ അനുപമയ്ക്കില്ല. അങ്ങനെ അനുപമ സുശീലക്ക് മുന്നിൽ അങ്ങ് വരുമ്പോൾ സുശീല മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്നു കേട്ടോ. ഒന്ന് ഞെട്ടിപ്പോകുന്നു. അങ്ങനെ അനുപമ ചോദിക്കും, എന്താ കാര്യം? അപ്പോഴും സുശീലയ്ക്ക് ഈ വെട്ടുകത്തിയാണ് കേട്ടോ മനസ്സിൽ. അങ്ങനെ സുശീല ഒന്ന് താഴോട്ട് കണ്ണാക്കിയിട്ട് ഒന്ന് പേടിച്ച് പിറകോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, എന്താ കാര്യം? ഈ വീട്ടിലുള്ള മൂദേവി അങ്ങ് ഇറങ്ങിപ്പോയി, ഇതിപ്പോൾ എൻ്റെ വീടാണ് എന്നിങ്ങനെ പറയുമ്പോൾ സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് സുശീല പറയണം, മര്യാദക്ക് ആ വെട്ടുകത്തി ഒന്ന് മാറ്റടി. അപ്പോൾ അത് കേട്ടോടത് സുശീല, ശരിയാണല്ലോ, ഇവിടെ മറ്റുള്ളവർക്ക് കൊടുത്ത അടി നിങ്ങൾ ചോദിച്ച് മേടിച്ചിട്ട് നിങ്ങളെ അടിച്ചൊന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി നാളെ പറഞ്ഞു നടക്കും ഞാൻ നിങ്ങളുടെ നേർക്ക് വെട്ടുകത്തി എടുത്തെന്ന്. അതുകൊണ്ട് ഭാനുമ്മ ഇതൊന്ന് പിടിച്ചേ എന്ന് പറയുമ്പോൾ, എടി ഇത് നിന്റെ എങ്ങനെ വീടാവും എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അച്ഛൻ എൻ്റെ പേരിലാക്കി തന്ന വീടാണ്, അത് നിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞോ, ഇപ്പോൾ നിന്റെ വീടല്ല, അർദ്ധന അല്പം കിട്ടിയാൽ എന്തൊക്കെ ഒരു ചെല്ലുണ്ടല്ലോ, അതുപോലെയാണ് അയാൾക്ക് ഭാര്യ വീട്ടിൽ നിന്ന് എന്തോ കിട്ടിയത് ലോകം മുഴുവൻ പിടിച്ചെടുക്കാന്ന അയാളുടെ വിചാരം. അത് കേൾക്കുന്ന അനുഭവം പറയാണ്, എൻ്റെ അച്ഛന് ലോകം മുഴുവൻ പിടിച്ചെടുക്കൊന്നും വേണ്ട, എന്നാൽ എനിക്കൊരു വീടുണ്ടാക്കി തരണം എന്ന് എൻ്റെ അച്ഛന് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് എനിക്കൊരു വീട് വാങ്ങിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ സുശീലയോട് ചോദിക്കുമ്പോൾ സുശീല പതറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനുപമ പറയാണ്, അതെ, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ പലതും പറയും, അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും, നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സംസാരിച്ചാൽ മതി എന്ന് പറയണം കേട്ടോ. എടി, നീ എന്തിനാടി ആ രവികുമാറിനോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അത് കേട്ട ഉടൻ തന്നെ, നിങ്ങൾക്ക് ഹർഷയെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് രവിയെയും കൂട്ടുപിടിക്കാം, നിങ്ങളും നിങ്ങളുടെ മകനും ഹർഷയെയും കൂടി എൻ്റെ ജീവിതം തകർക്കുമെങ്കിൽ എനിക്ക് ഹർഷയുടെയും നിങ്ങളെയും നിങ്ങളുടെ മകനെയും നാട്ടിക്കാൻ ഞാനും ശ്രമിക്കുമെന്ന് പറയണം കേട്ടോ. അതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വെട്ടുകത്തി എടുക്കുമ്പോൾ സുശീല ഒന്ന് പതറുന്നു കേട്ടോ. എടി, നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഈ നാട്ടിൽ എനിക്കും എൻ്റെ മകനക്കും ഒരു വിലയും നിലയുണ്ട്, അതിനെനിക്കറിയാം, എന്നാൽ അത് കളഞ്ഞു മുടിച്ചാലുണ്ടല്ലോ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ വെട്ടുകൊത്തി ഓങ്ങിയും കൊണ്ട് അനുപമ പറയണേ, അതെ, എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ വെറുതെ വിടണ്ട, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പണി നോക്കിപ്പോ, എന്തായാലും ഞാൻ ഇനി രവികുമാറിനെ ഇനിയും ഈ വീട്ടിലോട്ട് വിളിച്ചു കയറ്റും, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിച്ച് നിങ്ങൾ അങ്ങ് ചെയ്യേ, അതൊന്ന് കാണട്ടെ എന്ന് പറയണേട്ടോ. നീ അനുഭവിക്കടി, നീ നിന്റെ കുടുംബവും അനുഭവിക്കടി, ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ ശാപവാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗേറ്റിനടുത്തോട്ട് പോയിട്ട് ഗേറ്റും തുറന്നടിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം അനുപമയാണെങ്കിൽ വല്ലാത്തൊരു സ്ത്രീ തന്നെ, ഇവരെ കൊണ്ട് എനിക്ക് യാതൊരുവിധ സമാധാനം കിട്ടില്ല എന്ന ഭാവത്തിൽ അനുപമ ഇങ്ങനെ നിൽക്കുന്നു.
പിന്നീട് രാഹുലിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ സച്ചിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സാവിത്രി ഉണ്ട്. സാവിത്രി ഇങ്ങനെ കരഞ്ഞും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ വിശ്വനാഥൻ പറയാണ്, ഇനിയിപ്പോൾ എന്താപ്പോൾ പറയുക എന്ന് എനിക്കറിയില്ല. എൻ്റെ മകനെ ഞാൻ നല്ലത് ചമയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഇന്ദുമോനെ സങ്കടപ്പെടുത്താനുമല്ല. ഇന്ദുമോൻ ഞങ്ങളുടെ മരുമകളായി വരണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ നിങ്ങളായിട്ട് ആ വിവാഹം വേണ്ടെന്ന് വെച്ചപ്പോൾ ആഗ്രഹം ഞങ്ങൾ വിട്ടുകളഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളുടെ മരുമകൾ അവളായി വന്നപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ മകനൊരു ഫ്രോഡാണ് എന്ന് കരുതി എൻ്റെ മകനെ കുറ്റപ്പെടുത്താനും അവനെ ഒപ്പം നിർത്തി ചേർത്താനുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനെന്താ പ്രതിവിധി എന്ന് പറയാനാണ്. കാരണം എൻ്റെ മകൻ്റെ അടുത്ത് തെറ്റുപറ്റി. ഇന്ദുമോളുടെ ജീവിതമാണല്ലോ തകർന്നിരിക്കുന്നത്. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാവിത്രിക്ക് ദേഷ്യം പിടിക്കാനായിട്ട് സാവിത്രി പറയണേ, നിങ്ങൾ എന്തിനാണ് എൻ്റെ മകളെ കല്യാണം കഴിച്ചത്? കാര്യം എന്ത് പറയുകയാണെങ്കിലും സുശീലയുടെ മകനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും എൻ്റെ മകൾക്ക് മനസ്സമാധാനത്തോടു കൂടിയ ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത അന്ന് രാത്രി തന്നെ അവൻ്റെ വേറൊരു പെണ്ണിനെ തേടി പോയിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ പറയാണ്. സച്ചിയും പറയണത് ശരിയാണ്. ഈ വിവാഹത്തിന് പിന്നെ എന്തിനാ രാഹുൽ സമ്മതം മൂടിയത്? അവന് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അതിലങ്ങ് നിന്നാൽ പോരെ. അപ്പോൾ ഉടൻ തന്നെ വിശ്വനാഥൻ പറയണേ, ഇതിന് കാരണം രത്നപ്രഭയാണ്. രത്നപ്രഭയുടെ മുന്നിൽ ഞാനും എൻ്റെ മക്കളും ഒക്കെ മൗനമായി അവിടോട്ട് വരുന്നത് വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവാഹം കഴിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കും ഉമ്മക്കും ഉണ്ടായിരുന്നു, പക്ഷെ മകനും ഉണ്ടായിരുന്നില്ല. അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിരുന്നു. പക്ഷേ രത്നപ്രഭയ്ക്ക് ഈ വിവാഹം നടക്കണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹപ്രകാരമാണ് ഈ വിവാഹം നടന്നത്. അതിന് മുന്നിൽ എൻ്റെ മകൻ ഒന്ന് മൗനമായി എന്നുള്ളത് സത്യം തന്നെ എന്ന് പറയുമ്പോൾ സാവിത്രി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഈ സാവിത്രിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സച്ചി പറയണേ, ഇനി എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇപ്പോൾ അവൾക്കൊരു വിഷമവുമില്ല. പക്ഷെ നിൻ്റെ കരച്ചിലും എൻ്റെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളാകെ തകരും. ഇന്ദു അത് നീ മനസ്സിലാക്കണം എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.